പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും. പുനരുദ്ധാനം സൂചിപ്പിക്കുക നമ്മിലെ ഒരു അംശം എന്തോ ഒന്ന് മരണത്തെ അതിജീവിക്കുക എന്നതല്ല, മറിച്ച് നാം പൂർണ്ണമായും ആത്മാവും ശരീരവും രൂപാന്തരപ്പെടുക, പരിവർത്തനം ചെയ്യപ്പെടുക എന്നതാണ്. അങ്ങനെ വ്യക്തി പൂർണ്ണമായും ഉയർപ്പിക്കപ്പെടുന്നു. ദൈവകൃപയാലും ദൈവിക പ്രവൃത്തിയാലും നാം ദൈവത്തിൽ വീണ്ടും ജനിക്കുന്നു. ഉയർപ്പിക്കപ്പെട്ട വ്യക്തി എങ്ങനെ ആയിരിക്കുമെന്ന് പൂർണ്ണമായും മനസ്സിലാക്കുക മനുഷ്യന് അസാധ്യമാണ്. ഈശോ പറഞ്ഞു, അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, ഉയർപ്പിക്കപ്പെടുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. യേശയ്യായുടെ പുസ്തകം 65-ാം അധ്യായത്തിൽ നാം കാണുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും, ഇനിയും മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. ദൈവമക്കളെ, പ്രവാചകർ പറഞ്ഞ, ഈശോ പറഞ്ഞ പുതിയ ആകാശം പുതിയ ഭൂമി, പുനരുദ്ധാനം മനുഷ്യബുദ്ധിയിൽ മനസ്സിലാക്കുക സാധ്യമല്ല. വിശുദ്ധ ബൈബിളിൽ മനുഷ്യനെ സ്നേഹിതനായി കാണുന്ന ദൈവം അവന്റെ മരണത്തിൽ നിസ്സംഗത പുലർത്തില്ല. കാരണം ഈശോ പറയുന്നു, അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. അതിനാൽ നിത്യനായ ദൈവം മനുഷ്യൻ എന്നേക്കുമായി മൺമറിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. ഹെബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ ഈശോ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. യേശു നാമത്തിൽ സകലരും രക്ഷിക്കപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.